ഹലോ, എല്ലാവർക്കും രാഗിതനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തുന്നതാണ്. ഇത് വന്നിട്ട് ഞാൻ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. ഈ കിച്ചണിൻ്റെ ഒരു ചെറിയ റിനോവേഷൻ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ. അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പ്രോഡക്റ്റ്സ് പല ദിവസങ്ങളിലായിട്ട് വാങ്ങിയതാണ്. കൊണ്ടുവന്ന സമയത്ത് ഞാനിത് അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു. എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ചയക്കണ്ടേ. അതുകൊണ്ട് എല്ലാം ഒരു പ്രാവശ്യം ഞാൻ ഓപ്പൺ ചെയ്ത് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വലിയ പ്രോഡക്റ്റ് തന്നെ നോക്കാം. ഇത് വന്നിട്ട് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച പ്രോഡക്റ്റാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഡിഷ് ഡ്രെയിനറാണ്. ഇത് വന്നിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ റിവ്യൂ പറയാൻ പറ്റും. ഈ സെയിം പ്രോഡക്റ്റ്സ് പ്ലാസ്റ്റിക്കിലും ഉണ്ട് കേട്ടോ, പക്ഷേ സ്റ്റീലായതുകൊണ്ട് കുറച്ചുകൂടെ ക്വാളിറ്റി ആയിരിക്കും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1000 സംതിങ് ആണ്. എനിക്ക് തോന്നുന്നു 1400 അങ്ങനെ എങ്ങാണ്ടാണ്. ഈ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവരൊന്ന് പോയി ചെക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ റിനോവേഷൻ വീഡിയോയുടെയും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി ഉടനെ എടുത്ത് വെക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ. അതിൻ്റെ താഴെ ട്രേ ഉണ്ട്. ആ ട്രേ ഊരിയിട്ട് നമുക്കത് വെള്ളം എടുത്ത് കളയാം. അതുപോലെ തന്നെ 2 സ്പൂൺ ഹോൾഡേഴ്സും വരുന്നുണ്ട്. അത് നമുക്ക് എവിടെ വേണോ ഹാങ് ചെയ്തിടാം. എവിടെ വേണോ അത് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. അതുപോലെ തന്നെ വെള്ളം ഒന്നും കൗണ്ടർ ടോപ്പിൽ വീഴത്തൊന്നുമില്ല. ഇതുപോലെ ട്രെയിൽ വീഴുന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കളയാം. തിരിച്ചതുപോലെ വയ്ക്കാം. ഈസിയാണ്. പിന്നെ സ്ക്രാച്ചും ഒന്നും വീഴത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഭവം നീക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ സ്ക്രാച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഴത്തില്ല. ലുക്ക് വൈസും കാണാനും സൂപ്പറാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ്, സെക്കൻഡ് പ്രോഡക്റ്റ് കേട്ടോ. ഇത് വന്നിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ്. ഞാൻ ഷുഗറും ടീയും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സും അതുപോലെ തന്നെ 3 എണ്ണം ഉള്ള പാക്കും ഒക്കെ അവൈലബിൾ ആണ്. അതായത് കോഫിയും കൂടെ ഉള്ളത്. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം ഉള്ളതേ വാങ്ങിയിട്ടുള്ളൂ. ടീയുടെയും അതുപോലെ തന്നെ ഷുഗറിൻ്റെയും. ലുക്ക് വൈസ് നല്ല കിഡിലൻ ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനവും തന്നെ. നമുക്ക് നല്ല ഇറുകി അടഞ്ഞിരിക്കും. എന്താ പറയുക, എയർ ടൈറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സംഭവം. പിന്നെ അതുപോലെ തന്നെ തുറക്കുന്ന ഇങ്ങനെ ആ ക്ലിപ്പ് എടുത്തിട്ട് വേണം ഇങ്ങനെ തുറക്കാൻ, അല്ലാണ്ട് തുറന്നാൽ അത് തുറന്ന് വരത്തില്ല. പിന്നെ അതുപോലെ ക്ലിപ്പ് വെച്ചിട്ട് അടയ്ക്കുക. നല്ല ഈസിയാണ് കേട്ടോ സാധനം. അങ്ങനെ ഇതാണ് എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ്. ഇനി നമുക്ക് തേർഡ് പ്രോഡക്റ്റിലോട്ട് കാണാം. ഇനി അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ജാറാണ്. ഇത് വന്നിട്ട് സെറാമിക് പിക്കിൾ ജാറാണ്. ഞാനിത് സോൾട്ട് ഇടാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ ഭരണിയാണ് സംഭവം. 1000 ml ആണ്. വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനുള്ളത്. അതിൻ്റെ അകമൊക്കെ നല്ല പോളിഷായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് പ്ലാസ്റ്റിക് ഫ്രിഡ്ജ് കണ്ടെയ്നറാണ്. ഒരു 6 എണ്ണം ഉള്ളൊരു പാക്കറ്റാണ്. 6 എണ്ണമാണ് ഞാൻ മേടിച്ചത്. ഇത് വന്നിട്ട് പ്ലാസ്റ്റിക്കാണ്, എന്നാലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോകത്തോ അങ്ങനെയൊന്നുമില്ല. ഇത് ഫ്രീസറിലും വെക്കാം. അതുപോലെ തന്നെ ഡിഷ് വാഷറൊക്കെ യൂസ് ചെയ്യാമെന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. കണ്ടോ, ഇതാണ് എൻ്റെ ഷേപ്പ്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ്, നീളത്തിനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഒരു ബെസ്റ്റ് ഫ്രിഡ്ജ് ഓർഗനൈസർ കൂടിയാണ്. വൈറ്റ് സംഭവമില്ല. അതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴുകി വെച്ച് അതിൻ്റെ വെള്ളം ഉള്ളിലോട്ട് നമുക്ക് ഇലകളൊക്കെ ഇല്ലേ, മല്ലിയില അതുപോലെ തന്നെ കറിവേപ്പില, ഇങ്ങനെയുള്ള ഇലകളൊക്കെ ഇതിനകത്ത് സൂക്ഷിച്ച് അടച്ചു വെക്കാൻ നല്ലതാണ്. നല്ല കഴുകി എടുത്ത് വിട്ടാൽ ഇങ്ങനെ വെള്ളമൊക്കെ വാർന്ന് നല്ല സൂപ്പറായിട്ടിരിക്കും. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. 9-in-1 സ്പൈസ് ബോക്സാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെത്. അതായത് മൊത്തത്തിൽ ഒരു 9 കണ്ടെയ്നേഴ്സ് ഉണ്ട്. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഡെപ്പികളുണ്ട് കേട്ടോ. മസാല ബോക്സാണ് സംഭവം. സൈസ് വന്നിട്ട് എക്സ്ട്രാ ലാർജ് സൈസാണ്. ഇതിൻ്റെ റേറ്റും എനിക്ക് തോന്നുന്നു 1000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. അതുപോലെ ഇതിനകത്ത് 3 സ്പൂൺസും ഉണ്ട്. ഈ 8 ബോക്സസ് ചെറുതും ആ നടുക്ക് കാണുന്നൊരു വലിയ ബോക്സും അതുപോലെ തന്നെ 3 ചെറിയ സ്പൂൺസും. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, സോൾട്ട് സ്റ്റോർ ചെയ്യരുതെന്ന്, ഉപ്പ് വെക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. പക്ഷേ ഏതാണ്ട് ഇതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അതിൻ്റെ ലിഡ് വന്നിട്ട് ട്രാൻസ്പെറൻ്റ് ആണ്. ഓരോ കണ്ടെയ്നേഴ്സിനും അടപ്പുണ്ട് കേട്ടോ. സാധാരണ മസാല ബോക്സിൽ ഇങ്ങനെ എല്ലാം തുറന്നല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കത് അത്ര അതിൻ്റെ സ്മെല്ലെല്ലാം പോകുന്നൊരിതാണ്. അതുകൊണ്ട് ഞാൻ അടപ്പുള്ള നോക്കി വാങ്ങിയതാണ് കേട്ടോ. ഓരോന്നിനും അടപ്പുണ്ട്. അതുപോലെ തന്നെ ഓരോ അടപ്പും ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് എന്തായിട്ട് വെച്ചേക്കുന്നതെന്നേ. കൺഫ്യൂഷൻ വരില്ല. ഈ സംഭവം ഉണ്ടല്ലോ, ഇതാണ് അതിൽ ഉള്ളതിൽ ഏറ്റവും വലുതായിട്ടുള്ള. അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ഈ സംഭവമാണ് ഉള്ളതിൽ വലുത്. അതിനകത്ത് 3 സ്പൂൺസ് ഉണ്ട്. ഇതുപോലെ ചെറുതും പിന്നെ ഒരു ചെറിയ വലുതും കൂടി ഉണ്ട് കേട്ടോ. അത് അവിടെ കിടക്കുക.
നമുക്ക് അടയ്ക്കാനും തുറക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നമുക്ക്, കാരണം കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളല്ലേ ഈ മസാലകളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഒരുമിച്ച് ഓർഗനൈസ് ചെയ്ത് ഇരിക്കുകയും ചെയ്യും. അതുപോലെ നമുക്കിങ്ങനെ പെട്ടെന്ന് തുറക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ഇത്. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് 500 മില്ലിയുടെ ഗ്ലാസ് ഓയിൽ ഡിസ്പെൻസർ ബോട്ടിൽസാണ്. 2 എണ്ണം ഉണ്ട് കേട്ടോ. അത് 2 എണ്ണമായിട്ടാണ് കിട്ടുന്നത്, ഒരെണ്ണമായിട്ട് എനിക്ക് കിട്ടിയില്ല, 2 എണ്ണമായിട്ടാണ് കിട്ടുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച പ്രോഡക്റ്റാണ്. ഇതാണ് അതിൻ്റെ അടപ്പ് വന്നിട്ടുള്ളത്. ഞാൻ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വെള്ളം ഒഴിച്ച് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ അടപ്പിലൂടെ വരുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ, അല്ലെങ്കിൽ ലീക്ക് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തു. അല്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യണ്ടേ. പക്ഷേ നല്ല പ്രോഡക്റ്റ് ആയിരുന്നു. ഞാൻ റിവ്യൂസ് നോക്കിയപ്പോൾ നല്ല റിവ്യൂസാണ് കണ്ടത്. എങ്കിലും 1-2 പേര് ഡാമേജ് ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കൊണ്ടുവന്ന ഉടനെ അതെല്ലാം ചെക്ക് ചെയ്തു. നല്ല സംഭവമാണ്, യൂസ് ചെയ്യാനും എളുപ്പമാണ്. പിന്നെ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം. എനിക്കിതിൻ്റെ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ കിട്ടിയില്ല. ഇങ്ങനെ 500ൻ്റെ 2 ബോട്ടിൽസ് അങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. 1 ലിറ്ററിൻ്റെ എന്തെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്യൂട്ട് ഫണലും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് എണ്ണയൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് ആവശ്യം വരുമ്പോൾ അതിങ്ങനെ നൂത്താൽ മതി. അപ്പോൾ നമുക്ക് എവിടെ വേണോ അത് വെച്ചിരിക്കാം. കുറച്ച് സ്പേസ് മാത്രം മതിയായിരിക്കും. ഇത് സിലിക്കണിൻ്റെയാണ് സംഭവം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനം. അത് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് തന്നെയാണ്. ഇനി അടുത്ത പ്രോഡക്റ്റ്സ് വന്നിട്ട് കുറച്ച് സ്റ്റാൻഡാണ്. അതായത് നമുക്ക് ചൂട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റീലിൻ്റെ തന്നെ കുറച്ച് സ്റ്റാൻഡാണ്. 5 എണ്ണം ഉള്ളതാണ്. കുറേ പല ഇതിനും ഉണ്ട്. ഞാൻ 5 എണ്ണം ഉള്ളതാണ് വാങ്ങിയത് കേട്ടോ. പല സെറ്റ്സും ഉണ്ട്. 6ൻ്റെ ഉണ്ട്, 3ൻ്റെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡബിൾ ബോയിൽ ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഗ്യാസ് സ്റ്റൗവിലും ഒക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതും യൂസ് ചെയ്തിട്ട് കൊള്ളാം. ഇനി നെക്സ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ. ഇതൊരു 12 എണ്ണം ഉണ്ട്. അതാണ് ഈ 2 പെട്ടിയിലായിട്ട് വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് പ്ലാസ്റ്റിക് കിച്ചൺ സ്റ്റോറേജ് ജാറാണ്. അത് കണ്ടെയ്നർ സെറ്റ്സാണ്. നമുക്ക് ഈ പയർ, പരിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ളത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കാണാനും പറ്റും. ഇത് ഞാൻ പറഞ്ഞില്ലേ 12 സെറ്റാണ് ഞാൻ വാങ്ങിയത്. 6 സെറ്റിൻ്റെ ഉണ്ട്, 9 സെറ്റിൻ്റെ ഉണ്ട്, അങ്ങനെ പല സെറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയും ഇത് വന്നിട്ട് 1500 ml ആണ്. 1100 അവൈലബിൾ ആണ്, 750 ഒക്കെ അവൈലബിൾ ആണ്. പല കോമ്പിനേഷനിലും ഉണ്ട് ഇത്. നമുക്ക് മിക്സ് ചെയ്ത് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. അതായത് 750 ഒരു 3 സെറ്റും പിന്നെ 1000 2 സെറ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. പ്ലാസ്റ്റിക് നിങ്ങൾക്ക് ഞാൻ പൊളിച്ച് ഫുൾ കാണിച്ചു തരാം. ഇത് ഒരുപാട് പേര് വാങ്ങി റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. ഞാൻ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് വാങ്ങിയത് ഞാനിത് കണ്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് സംഭവം. അത് ഓപ്പൺ ചെയ്യുന്ന ലിഡ് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ. നമുക്ക് എന്തെങ്കിലും സംഭവം അതിനകത്ത് ഉണ്ടെങ്കിൽ അത് തട്ടണമെങ്കിൽ ഫുൾ തുറക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് അതൊന്നും ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ മാത്രം മതി. കണ്ടോ, നല്ല ലുക്കല്ലേ അത് കാണാൻ വേണ്ടിയിട്ട്. അത് എന്ത് സാധനം ഇട്ട് വെച്ചാലേ നല്ല കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ടല്ലോ, അതും ഒരുപാട് സ്പേസ് ആവത്തില്ല. ഈ ഒരു ഷേപ്പിലായതുകൊണ്ട് അടുക്കി നമുക്ക് കബോർഡ്സിനകത്ത് സൂപ്പറായിട്ട് വെക്കാനും പറ്റും. ഞാൻ കൂടുതലും ആമസോണിൽ നിന്ന് മേടിച്ച പ്രോഡക്റ്റ്സാണ്. ഇത് വന്നിട്ട് ഒരു പാനാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ. അതുപോലെ തന്നെ അതിനകത്ത് ലിഡും ഉണ്ട്. അതിൻ്റെ അടപ്പും കൂടെ ചേർത്തിട്ടാണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 1200 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ആ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒരു കമ്പനി പ്രോഡക്റ്റ് അല്ലേ, ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇതാണ് സംഭവം. എനിക്ക് വൈറ്റ് കളർ ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു വൈറ്റ് കളറാണ് വാങ്ങിയത് കേട്ടോ. ഒരു ഗ്രാനൈറ്റ് വൈറ്റാണ് സംഭവം. ഇതിൻ്റെ സൈസ് വന്നിട്ട് 24 സെൻറ്റിമീറ്റർ ആണ്. അല്ലെങ്കിൽ 1.6 ലിറ്ററോളം കപ്പാസിറ്റിയാണ് ഇതിനകത്തുള്ളത്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 24 സെൻറ്റിമീറ്ററിൻ്റെ ആണെന്ന്. നല്ല കാണാൻ നല്ല അടിപൊളി ലുക്കാണ്. വെയിറ്റ് ഉണ്ട് കേട്ടോ അതിന്. കളർ പറഞ്ഞില്ലേ, ഗ്രാനൈറ്റ് വൈറ്റ് ആണ് കളറ്. ഇതുപോലെ ഗ്രേയും ബ്ലാക്കും ഒക്കെ അവൈലബിൾ ആണ്. ഇൻഡക്ഷൻ സ്റ്റൗവിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അടുത്ത് വന്നിട്ട് സെയിം കമ്പനിയുടെ തന്നെ സ്പൂൺസ് ആണ്. സിലിക്കൺ ആണ്. ഈ സെറ്റ് വന്നിട്ട് 3 എണ്ണം ഉള്ളതാണ്. 32 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ചിക്കൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലൊക്കെ യൂസ് ചെയ്യാം. ഇത് കണ്ടോ, വൈറ്റ് കളറുമാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം. റേറ്റും ഉണ്ട്. ഒരു 500 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു സോപ്പ് പമ്പാണ്. അതായത് ഒരു കിച്ചൺ സോപ്പ് ഡിസ്പെൻസറാണ്.
അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പോഞ്ചും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതേ ആ സംഭവം സ്പോഞ്ചും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ല. ഇങ്ങനെ തുറന്നിട്ട് അതിനകത്ത് നമ്മുടെ ലിക്വിഡ്, നമുക്ക് കഴുകേണ്ട ലിക്വിഡ് ഒഴിച്ചാൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേന് വരും. ഇത് തന്നെ വേറൊരെണ്ണം കൂടെ മേടിച്ചത്, പക്ഷേ ഇതെനിക്ക് അത്ര നല്ലതാണെന്ന് തോന്നിയില്ല കേട്ടോ. കാരണം അതിനകത്ത് ലിക്വിഡ് ഒഴിക്കുന്നതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതേ സെയിം സംഭവം തന്നെയാണ്, പക്ഷേ ഇതിനകത്ത് ലിക്വിഡ് ഒഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ആ സ്പോഞ്ചും അത്ര നല്ല ക്വാളിറ്റിയുള്ള സംഭവം ആയിരുന്നില്ല. പ്രസ് ചെയ്യുമ്പോൾ ഒരു കുറച്ചേ വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടോ, ആ സംഭവമൊക്കെ ഇളക്കിയിട്ട് ഇങ്ങനെയാണ് ഇതിലൊഴിക്കുന്നത്. പക്ഷേ നേരത്തെ ഞാൻ കാണിച്ചതിലാണെങ്കിൽ ഒഴിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് കേട്ടോ. അടുത്തത് വന്നിട്ട് ക്ലോക്കാണ്. അനലോഗ് വൈറ്റ് ക്ലോക്കാണ്. 28 സെൻറ്റിമീറ്ററിൻ്റെ ആണ് സാധനം. ഒരു കിച്ചണിലെ ക്ലോക്ക് അത്യാവശ്യമല്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. അപ്പോൾ എൻ്റെ കിച്ചണിൽ ഇത് നന്നായിട്ട് സ്യൂട്ടാവും. അങ്ങനെ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത് വന്നിട്ട് റബ്ബർ ഫ്ലോർ മാറ്റാണ്. ഒരു മൾട്ടി കളേർഡ് മീഡിയം സൈസാണ് കേട്ടോ. 2 എണ്ണം ഉണ്ട്, ഒരെണ്ണമല്ല, ഒരു വലുതും അതുപോലെ തന്നെ ഒരു ചെറുതും വരുന്നുണ്ട്. ഇത് മെഷീൻ വാഷബിൾ എന്നാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഞാനിത് വാഷ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ താഴെ ഇടുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റാണ് സാധനം. ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രോഡക്റ്റാണ് സിപ്പ് ലോക്ക് കവറ്. 100 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് സാധനം ട്രാൻസ്പെറൻറ്റ് കവറാണ്. അതുപോലെ തന്നെ ഇത് റീയൂസബിൾ ആണ്. നമുക്ക് കഴുകി എത്ര തവണ വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പക്ഷേ നമുക്ക് 100 എണ്ണം ഒറ്റ ഇതായിട്ടേ കിട്ടിയുള്ളൂ എനിക്ക്. ഇതൊക്കെയാണ് ഞാൻ മേടിച്ച പ്രോഡക്റ്റ്സ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.